ഹായ് എവരി വൺ. ഇന്ന് തെലുഗു ക്ലാസ് ആണ്. കുറെ നാളായി എന്നോട് കുറച്ച് ഫ്രണ്ട്സ് പറയുന്നു ലേൺ തെലുഗു ത്രൂ മലയാളം എന്നതിന്റെ ലോങ് ആയ ഫുൾ ലെങ്ത് ആയ വീഡിയോ ഇടൂ, ലെറ്റ്സ് ലേൺ തെലുഗു എന്ന പ്ലേലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ. നമ്മൾ കുറച്ച് നാളായിട്ട് തെലുഗു ഇൻ 1 മിനിറ്റ് ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഈ തെലുഗു ഇൻ 1 മിനിറ്റും ഇഷ്ടപ്പെടുന്നവരും എൻജോയ് ചെയ്തവരും ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഫുൾ ലെങ്ത് വീഡിയോയും വേണം എന്ന് കുറെ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എവിടെയാണോ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം, നമ്മൾ തെലുങ്കിൽ വർത്തമാനകാലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട്. അപ്പൊ തെലുങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ കർത്താവിനും വേറെ വേറെ ക്രിയാരൂപങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അധികം വീഡിയോകൾ വർത്തമാനകാലത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പൊ വർത്തമാനകാലത്ത് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് ഇത്രയൊക്കെയാണ്. ഞാൻ എന്ന് പറയുന്ന നേരത്ത്, നീ എന്ന് പറയുന്ന നേരത്ത്, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയുന്ന നേരത്ത്. ഓക്കെ, നേനു, നുവ്വു, മീരു, ഈ 3 കർത്താവുമായി, ഈ 3 സബ്ജക്റ്റുമായി എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു. വീണ്ടും ചെറുതായിട്ട് ഒന്നുകൂടി ഇത് പറഞ്ഞു തരാം. വ എന്ന് പറഞ്ഞ ക്രിയയുമായി, അതായത് ര എന്ന് പറയാനായിട്ട്, നേനു വസ്തുണ്ണാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നുവ്വു വസ്തുണ്ണാവു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വന്നുകൊണ്ടിരിക്കുകയാണ്. മീരു വസ്തുണ്ണാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും വളരെ സിമ്പിൾ ആണ്. നേനു വസ്തുണ്ണാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ. നുവ്വു വസ്തുണ്ണാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വന്നുകൊണ്ടിരിക്കുകയാണോ. മീരു വസ്തുണ്ണാര എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ. അപ്പൊ നമ്മള് അതിനെല്ലാത്തിനും 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ാമത്തെയും 5ാമത്തെയും വീഡിയോ ആണ്. കാരണം ഇത് ഞാൻ 2 സബ്ജക്റ്റാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഈ കന്നഡ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ ഓൾറെഡി കന്നഡ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്ന് പറയാനും ഞങ്ങളെന്ന് പറയാനായിട്ട് കന്നഡയിലാകെ ഒറ്റ ക്രിയയേ ഉള്ളൂ, അതാണ് നാവു. പക്ഷെ മലയാളത്തിൽ എന്ന പോലെ തെലുങ്കിലും 2 വ്യത്യസ്ത വാക്കുകളുണ്ട്. നമ്മൾ എന്ന് പറയുന്നത് ഞങ്ങൾ എന്ന് പറയാനും. നമ്മൾ എന്ന് പറയുന്നത് മനമു അല്ലെങ്കിൽ മനം, ഞങ്ങൾ എന്ന് പറയുന്നത് മേമു അല്ലെങ്കിൽ മേം. അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മനം വെച്ചിട്ടും മേം വെച്ചിട്ടും എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് വർത്തമാനകാലത്തിൽ മാത്രം, ഭാവി കാലവും ഭൂതകാലം നമുക്ക് പോകെ പോകെ പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച 10, 60, 70 ക്രിയകൾ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എല്ലാം പറയുന്നില്ല. വളരെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് വെച്ച് ഫോം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും, കാരണം ഞാൻ എല്ലാം പറയുന്നില്ലല്ലോ. ഓക്കെ, എന്തുകൊണ്ടാണ് മേമു പിന്നെ മനമു രണ്ടും കൂടി ഒറ്റ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടിനും കൂടി ആകെ ഒറ്റ ഫോർമാറ്റേ ഉള്ളൂ. മേമുവിന് പകരം മനമു ആകുന്നു, അല്ലെങ്കിൽ മനമിന് പകരം മേം ആകുന്നു, അത്രയും വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോ തുടങ്ങാം. ആദ്യം നമ്മൾ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വെച്ച് തുടങ്ങാം. നമ്മൾ എന്ന് പറയാനായിട്ട് മനമു അല്ലെങ്കിൽ മനം. ഓക്കെ, അപ്പോ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് മനമു വസ്തുണ്ണാമു. ഓക്കെ, മനമു വസ്തുണ്ണാമു. ഇനി ഇതിന് ഇങ്ങനെ മാത്രമല്ല പറയാൻ പറ്റുന്നത്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞല്ലോ, നേനു വസ്തുണ്ണാനു ആണ്. ആ നേനു എന്ന് വെച്ചുള്ള സെന്റൻസ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇതിന് ഷോർട്ടായിട്ട് നേനു വസ്തുണ്ണ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, നേനു വസ്തുണ്ണ, നേനു പോത്തുണ്ണ, നേനു വെളുത്തുണ്ണ, നേനു ചെത്തുണ്ണ, നേനു അടുകുത്തുണ്ണ, നേനു വെളിപ്പോത്തുണ്ണ, നേനു വണ്ട ചേച്ചുണ്ണ, അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതായത് ആ നു എന്ന് പറഞ്ഞ അവസാനത്തെ ആ ഒരു അക്ഷരം എല്ലായ്പ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ഈ മനമു എന്ന് പറയുന്നതിനും ഒരു ഷോർട്ട് ഫോം ഉണ്ട്, അതാണ് വസ്തുണ്ണാം. അപ്പം വസ്തുണ്ണാമു എന്നതിന്റെ മു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ വസ്തുണ്ണാം എന്ന് പറഞ്ഞാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനമു വസ്തുണ്ണാമു എന്ന് പറഞ്ഞാലും ഓക്കെയാണ്, പിന്നെ മനമു വസ്തുണ്ണാം എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. ഇനി 2 വിധം കൂടിയുണ്ട്. അതായത് മനമു വസ്തുണ്ണാമു, മനമു വസ്തുണ്ണാം, ഇത് രണ്ടുമാണ് ഞാൻ പറഞ്ഞത്. ഈ മനമു എന്ന് പറയുന്നതിന് പകരം മനം എന്നും പറയാമല്ലോ. അപ്പം മനം വസ്തുണ്ണാമു, മനം വസ്തുണ്ണാം. ഓക്കെ, മനമു മനം, വസ്തുണ്ണാമു വസ്തുണ്ണാം. സെന്റൻസ് ആയിട്ട് പറയാം, മനമു വസ്തുണ്ണാമു, മനമു വസ്തുണ്ണാം, മനം വസ്തുണ്ണാമു, മനം വസ്തുണ്ണാം. ഇതിൽ ഏത് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്, നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ 4 ഫോർമാറ്റ് എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും 2 പറയാം. ഓക്കെ, മനമു വസ്തുണ്ണാമു, മനം വസ്തുണ്ണാം, ഇത് രണ്ടും പറയാം. ഓക്കെ,
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോർമാറ്റിലെല്ലാം, പക്ഷേ ഈ 4-ൽ ഏത് ഉപയോഗിച്ചാലും ഒരേ അർത്ഥം തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തത് പോ, വെള്ളു, വെള്ളിപ്പോ. ഓക്കെ, എല്ലാത്തിനും അർത്ഥം പോ എന്ന് തന്നെയാണല്ലോ. അപ്പം മനമു പോത്തുനാമു, മനമു വെളുത്തുനാമു, മനമു വെള്ളിപ്പോത്തുനാമു എന്ന് വെച്ചാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ മനം പോത്തുന്നാം, മനം വെളുത്തുന്നാം, മനം വെള്ളി പോത്തുന്നാം എല്ലാം ഒന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ചെയ്. മനമു ചേസ്തുന്നാമു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനം ചേസ്തുന്നാമു എന്ന് പറഞ്ഞാലും മനമു ചേസ്തുണ്ണാം എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. ഓക്കെ, നമുക്ക് വീഡിയോ ലോങ് ആകാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി മനം ചെപ്തുണ്ണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനം അടുകുത്തുണ്ണാം എന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനമു വിണ്ടുണ്ണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനമു ചതുവത്തുണ്ണാം എന്ന് വെച്ചാൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനമു രാഷ്തുണ്ണാം എന്ന് വെച്ചാൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനമു നേർച്ചുകൊണ്ടുണ്ടാമു മനമു നേർച്ചുകൊണ്ടുണ്ടാമു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനമു തെലുഗു നേർച്ചുകൊണ്ടുണ്ടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെലുഗു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇനി അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പറയുന്നുള്ളൂ, കുറച്ച് റാൻഡം ആയിട്ട് പറയുന്നുള്ളൂ, എല്ലാം കൂടി പറയുന്നില്ല. മനമു സഹായം ചേസ്തുനാം എന്ന് വെച്ചാൽ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനമു തിണ്ടുണ്ടാമു എന്ന് വെച്ചാൽ നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. മനമു ഇസ്തുണ്ടാമു എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ്. മനമു തീസ്തുണ്ടാം എന്ന് വെച്ചാൽ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തീ എന്ന് പറഞ്ഞ തുറക്ക് എന്ന് പറഞ്ഞ ആ ഒരു ക്രിയയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വർത്തമാനകാലത്തിൽ വേറൊരു ഫോർമാറ്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് മനമു തീസ്തുണ്ടാമോ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ മനമു തെർച്ചേസ്തുനാമോ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അടുത്ത് മനമു മാട്ടിലാടുത്തുനാമോ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനമു വണ്ട ചേസ്തുനാമോ എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേപ്പിഞ്ചു, മനമു ചേപ്പിസ്തുനാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓക്കെ, മനമു കൊടുത്തുനാമോ എന്ന് വെച്ചാൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ മുൻപത്തെ കുറച്ച് വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റിലുണ്ട്, തെലുഗു വേർബ്സ് എന്ന് പറഞ്ഞ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ തെലുഗു ക്രിയകളുടെയും വീഡിയോകൾ അതിനകത്തുണ്ട്. അത് പോയി കാണുക, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്തൊക്കെയാണെന്ന്. ഓക്കെ, മനമു കടുകുത്തുനാം എന്ന് വെച്ചാൽ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്രയും പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത് ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ എന്ന് പറയാനായിട്ട് മേമു എന്ന് വേണം പറയാം, അല്ലെങ്കിൽ മേം എന്നും പറയാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് വസ്തുണ്ണാമു എന്ന് പറയുന്നവരെ വസ്തുണ്ണാം എന്ന് പറഞ്ഞാൽ മതി. അത് ഈ മേമു എന്ന് പറയുന്ന നേരത്തും നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേമു വസ്തുണ്ണാമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മേമു വസ്തുണ്ണാം എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. മേം വസ്തുണ്ണാമു എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. മേം വസ്തുണ്ണാം എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് മേമു വസ്തുണ്ണാമു, മേമു വസ്തുണ്ണാം, മേം വസ്തുണ്ണാമു, മേം വസ്തുണ്ണാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അടുത്തത് ഓക്കെ, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്രിയകൾ അവിടെ നിന്നൊക്കെ എടുത്ത് പറയാം. മേമു വെളിപ്പോത്തുനാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേമു ചേസ്തുന്നാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേമു ചെപ്തുന്നാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേമു വിൻറ്റുണ്ണാം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ആവുന്നുണ്ടോ? എന്റെ ചില വീഡിയോകൾക്കൊക്കെ ചിലരൊക്കെ കമന്റ് ചെയ്യാറുണ്ട് വളരെ ഫാസ്റ്റ് ആവുന്നുണ്ട്, കുറച്ച് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് മേമു എന്ന് പറഞ്ഞും മനമു എന്ന് പറഞ്ഞും വീഡിയോകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം രണ്ടും കൂടി ഉള്ളത് കൊണ്ട് വീഡിയോ വളരെയധികം ലോങ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പറയുന്നത്. ഫാസ്റ്റ് ആണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്റെ സ്പീഡ് അടുത്ത പ്രാവശ്യം മുതൽ കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, മേമു താകുത്തുണ്ണാമു എന്ന് വെച്ചാൽ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്രയും മതി തോന്നുന്നു. മേമു പ്രാർത്ഥിച്ചുണ്ണാമു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മേമു സ്നാനം ചേസ്തുനാമു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മേമു ആട്ടിലാടുത്തുനാമു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും മതി. മേമു ആകുത്തുനാമു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ആ ഒരു സബ്ജക്റ്റിന്റെ ഒപ്പം, അതായത് മേമുവും മനമും ആണെങ്കിൽ, മേം മനം ഇത് രണ്ടും സബ്ജക്റ്റ് ആണെങ്കിൽ മൂലക്രിയയുടെ ഒപ്പം തു ന മു എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വർത്തമാനകാലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമുള്ള സെന്റൻസ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അത്രയും സിമ്പിൾ ആണ്. തെലുഗു അത്രയും സിമ്പിൾ ആണ്. ആ ഒരു ഫോർമാറ്റിൽ നിന്ന് അധികം വ്യത്യാസം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് 5ാമത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. നേനു, നുവ്വു, മീരു, മനമു, മേമു. ഇതിൽ നേനു വരുമ്പോൾ വസ്തുണ്ണാനു, നുവ്വു വരുമ്പോൾ വസ്തുണ്ണാവു, മീരു വരുമ്പോൾ വസ്തുണ്ണാരു, മനമു വരുമ്പോൾ വസ്തുണ്ണാമു,
മേമു വരുമ്പോൾ വസ്തുനാമു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നേനു എന്ന് പറഞ്ഞ വാക്ക് അവസാനിക്കുന്നത് നുവിലാണ്, അതുകൊണ്ട് വസ്തുനാനു. നുവു അവസാനിക്കുന്നത് വൂലാണ്, വസ്തുനാവു. മീരു അവസാനിക്കുന്നത് രൂലാണ്, വസ്തുനാരു. മനമു മേമു ഇത് രണ്ടും അവസാനിക്കുന്നത് മൂലാണ്, അതുകൊണ്ട് വസ്തുനാമു. ഓക്കെ, അത്രയും സിമ്പിൾ ആണ്. ഈ വിരലിങ്ങനെ മടക്കാൻ പറ്റും, ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചത്. ഓക്കെ, അപ്പം നു വു രു മു മു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവൾ, അവർ, അത്, ഇത്. അതിനൊക്കെ എന്തൊക്കെയാണ് ഫോർമാറ്റ് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.